ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ തകർന്ന പലസ്തീനിലെ ഖാൻ യൂനിസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ബോംബുകളാലും മിസൈലുകളാലും നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ആംബുലൻസുകൾ അവിടുത്തെ യുവാക്കൾ ബാർബർ ഷോപ്പായി ഉപയോഗിക്കുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേൽ ആശുപത്രികൾക്കും ആംബുലൻസുകൾക്കുമെതിരെ നടത്തിയ ആക്രമണത്തിന്റെ ബാക്കിപത്രമാണ് ഈ ദൃശ്യങ്ങൾ. ആംബുലൻസിന്റെ ഡോറും ഗ്ലാസുമെല്ലാം തകർന്ന അവസ്ഥയിലാണ്. മേൽഭാഗവും പൊളിഞ്ഞുകിടക്കുന്നു. ശേഷിച്ച ഇടത്താണ് യുവാക്കൾ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നത്. തങ്ങളുടെ വീടുകളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട് അഭയം തേടിയ ആശുപത്രികളും ക്യാമ്പുകളും പോലും വിടാതെ ആക്രമണം നടത്തിയ ഇസ്രായേലിനോടുള്ള അതിജീവനത്തിന്റെ മറുപടി കൂടിയാണ് തകർന്ന ആംബുലൻസുകളിലെ ഈ ബാർബർ ഷോപ്പുകൾ. അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം യുദ്ധങ്ങൾ നടക്കുമ്പോൾ സ്കൂളുകളും ആശുപത്രികളും സംരക്ഷിക്കപ്പെടേണ്ട ഇടങ്ങളാണ്. അതിനാൽ സൈന്യം ആക്രമണത്തിനായി പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇത്തരം മാനുഷിക തത്വങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്നാൽ അൽ-ഷിഫ, അൽ-റാൻസി തുടങ്ങിയ ആശുപത്രികൾ ഹമാസ് കമാൻഡ് സെന്ററുകളായി ഉപയോഗിക്കുന്നു എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. മാത്രമല്ല, ഹമാസ് തങ്ങളുടെ പ്രവർത്തകരെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നും IDF ആരോപിച്ചു. എന്നാൽ യുദ്ധത്തിൽ പരിഭ്രാന്തരായി കഴിഞ്ഞിരുന്ന നിരവധി പേർ അഭയം തേടിയിരുന്ന ഇടങ്ങളുമായിരുന്നു ഈ ആശുപത്രികൾ. എങ്കിലും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങളിൽ നിന്നും ആശുപത്രികളെയോ ആംബുലൻസുകളെയോ സ്കൂളുകളെയോ ഒഴിവാക്കിയില്ല. അൽ-ഖുദ്സ്, അൽ-റാൻസി, ഇന്തോനേഷ്യൻ, അൽ-ഷിഫാത്ത് എന്നീ ആശുപത്രികളിൽ ഇസ്രായേൽ സേന വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. അടിയന്തര ചികിത്സകൾ പോലും നൽകാനാവാത്ത വിധം വെന്റിലേറ്ററുകളും പ്രവർത്തനരഹിതമായി. അൽ-ഷിഫ ആശുപത്രിയിൽ ഓക്സിജൻ ഇല്ലാതെ നവജാത ശിശുക്കളും രോഗികളും മരണമടഞ്ഞു. മോർച്ചറികളില്ലാതെ ഗസക്കാർ ഐസ്ക്രീം ട്രക്കുകളിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു. ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ തടവിലാക്കി. രൂക്ഷമായ ഈ നടപടികൾക്കെതിരെ ലോകാരോഗ്യ സംഘടന പലതവണ പ്രതികരിച്ചു. എങ്കിലും സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടായില്ല. ഒടുവിൽ ഗസയിൽ 15,500-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗസയുടെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തെരുവിൽ കിടക്കുന്ന നശിപ്പിക്കപ്പെട്ട ആംബുലൻസുകൾ ബാർബർ ഷോപ്പുകളായി രൂപാന്തരപ്പെടുന്നതും.